കാലം പുകഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനും തകർന്നു കിടക്കുന്ന നമ്മുടെ തലമുറകളുടെ പുനരുദ്ധാരണത്തിനും വേണ്ടി ദേശദേശാന്തരങ്ങൾ സഞ്ചരിച്ച് ഈ കാലഘട്ടത്തിന്റെ തകർച്ചയുടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഏക സന്ദേശം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സകല മനുഷ്യൻ രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന വ്യക്തിയല്ലാതെ, നാമമല്ലാതെ മറ്റൊരു മാർഗവും ഉലകത്തിലില്ല എന്ന ശക്തിയോടെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ദേശങ്ങളിൽ കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തി ഈ ദേശത്തും കടന്നു വന്ന സത്യസുവിശേഷം നിങ്ങളോട് അറിയിപ്പാൻ ഇന്ന് പകൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു പാരമ്പര്യ ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചു വളർന്ന, എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന പ്രിയ ഷിഹാബുദ്ദീനും കുടുംബവും ഇന്ന് പകൽ ഈ ദേശത്തും കടന്നു വന്ന കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുകയാണ്. അല്ലമീൻ +2 പഠിക്കുന്ന പ്രിയ അല്ലമീൻ തുടർന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങളോട് സത്യ സുവിശേഷത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കും. അതിനായി പ്രിയ അല്ലമീനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉച്ചസമയം എല്ലാ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിന്റെ വൈകിയ സമയം ഞങ്ങളെ വീടുകളുടെ ഉള്ളിലും പുറത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖിലോക രക്ഷിതാവും മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ രേഖപ്പെടുത്തുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. നാം ഇന്നായിരിക്കുന്ന ഈ ഒരു സമൂഹത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എവിടെയും അക്രമങ്ങളും അരാജകത്വങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും അനിയ നിറഞ്ഞ ജീവിതങ്ങളുമായിട്ട് മനുഷ്യൻ കുത്തെഴുതിയ പുസ്തകം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ആയിത്തീർന്നിരിക്കുന്നത്. ഈ സന്ദേശം താങ്കൾ ശ്രമിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു മതത്തെ കുറിച്ചോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചോ ഒരു സംഘടനാ ശക്തികളെ കുറിച്ചല്ല താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയേറിയ സത്യസുവിശേഷത്തെ പറ്റിയാണ് മാന്യ ശ്രോതാവെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെ ഈ ശബ്ദതരംഗത്തിനു വേണ്ടി താങ്കളുടെ വിലയേറിയ സമയത്തെ ഞാൻ ചോദിക്കുകയാണ്. ദൈവവിശ്വാസിയുമായി ബൈബിൾ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഒരു വാക്യം നാം പരിശോധിക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമായ മറ്റൊരു വസ്തുത നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ ഒരു വാക്യത്തിന്റെ അർത്ഥവ്യാപ്തിയെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ മർമ്മപ്രധാനമായ 3 രഹസ്യങ്ങൾ ഇതിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിക്കുവാനിടയായി തീർന്നു എന്നതാണ്. ദൈവം എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. ഇച്ചിലൂടെ വ്യക്തമായി പറഞ്ഞാൽ, പാപം ചെയ്യുന്ന മനുഷ്യനെ നീതിമാനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. കേൾക്കുന്ന മാന്യമിത്രമേ, ഇത് കേൾക്കുമ്പോൾ താങ്കൾ ഒരു പക്ഷെ ചിന്തിച്ചിരിക്കാം, ഞാൻ പാപിയല്ല, ഞാൻ ഒരിടത്തും പാപം ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഉപദ്രവങ്ങളൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നായിരിക്കാം താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യരെല്ലാം പാപികളാണെന്നുള്ളതിന് 2 തർക്കമില്ല. മനുഷ്യന്റെ പാപം ഇന്നത്തെ കാണുന്ന സമൂഹത്തിലും വളരെ വ്യക്തമായി അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ മറക്കുന്ന യൗവനക്കാരും സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെ
മറന്നുകളയുന്ന അമ്മമാരുമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് പോലും 4 വരി പാതയിലൂടെ 4 വയസ്സുകാരിക്കും 40 വയസ്സുകാരിക്കും സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ എന്താണ് ഇതിന്റെ കാരണമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. പണ്ട് പ്രായമായ മുതിർന്നവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മദ്യവും മയക്കമരുന്നും ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഉപയോഗിച്ചു തുടങ്ങുന്നതിന്റെ കാരണം എന്തെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കണം. എവിടെ നോക്കിയാലും അക്രമങ്ങളും അരാജകത്വങ്ങളും അനിയം നിറഞ്ഞ ജീവിതവും ദൈവത്തിന്റെ സ്വന്തം നാട്, സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം എന്ന് അവകാശപ്പെടുന്ന നാടിനെ പിടിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള യാഥാർത്ഥ്യം നമുക്ക് ആർക്കും തിരസ്കരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി വിളിച്ച് നമുക്ക് പറയാൻ സാധിക്കും, മനുഷ്യൻ ഉൾക്കൊള്ളുന്ന പാപമാണ് ഇതിന്റെ കാരണം. ബൈബിൾ വിളിച്ചു പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, പാപിയായിരിക്കുന്ന മനുഷ്യനെ ഒരു നിത്യശിക്ഷാവിധി ഉണ്ടെന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകരുത്. പലപ്പോഴും ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കൾ ഒരു പക്ഷെ ചിന്തിച്ചിരിക്കാം, മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നു, മരണത്തിനപ്പുറം അവനൊരു ജീവിതമില്ലെന്ന് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വസ്തുത ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മരണത്തിനപ്പുറം താങ്കളുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഒരു വിരോധാഭാസമായിട്ട് താങ്കൾക്ക് തോന്നിയേക്കാം. ഒരു കുഞ്ഞ് ഏകദേശം 9 മാസത്തോളം ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, നീ എന്ത് ചെയ്യാൻ പോകുമെന്ന് കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞ് പറയും, ഞാന് ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പോവുകയാണ്. ഇതേപോലെ ഈ ഭൂമിയിൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം ജീവിച്ച് കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവന്റെ മരണത്തിന് ശേഷം യഥാർത്ഥമായ ഒരു ജീവിതത്തിന് ഉടമസ്ഥനായി തീരുവാനുള്ള തത്രപ്പാടിലാണ്. നമുക്കറിയാം, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വളരെ കഷ്ടപ്പാടോടെ മനുഷ്യൻ ജീവിച്ചു തീർക്കുന്നു. അവിടെയും മനുഷ്യന് സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വിദ്യാഭ്യാസവും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം ഉള്ളവർ സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് പലപ്പോഴും ജീവിതം ഒരു പിടി കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ചീർപ്പായുന്ന വല്ല വണ്ടികൾക്ക് അടിയിലേക്കോ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് ചോദിച്ചാൽ, ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ മൂലമായി കിടക്കുന്ന പാപമാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചല്ലോ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അങ്ങനെയെങ്കിൽ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത്, ദൈവം മനുഷ്യനെ സ്നേഹിച്ചത്, പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ചത്. ദൈവം എത്രത്തോളം ഈ ലോകത്തെ സ്നേഹിച്ചെന്നറിയാമോ? വാക്യം വളരെ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുവാനിടയായി തീർന്നു. കേൾക്കുന്ന മാന്യമിത്രമേ, തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് യാഗമായി തീരുവാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, പാപം ചെയ്യാത്ത ഒരു നിഷ്കളങ്കനും നിർമ്മലമായ ഒരു ദേഹത്തെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. വചനം ജഡമായി തീർന്നു, കൃപയെ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വളരെ വ്യക്തമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ്, യേശുവിന്റെ ജനനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും പാപിയാണെന്നും സ്വയം സമ്മതിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പല കർമ്മമാർഗങ്ങളെ അവലംബിക്കുന്നു. നേർച്ച, കാഴ്ച, അർപ്പണ, ദർപ്പണ, ഹോമയാഗ കർമ്മങ്ങളൊന്നും മനുഷ്യ നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കത്തില്ല. നിന്റെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് ഇപ്പോൾ കാലം അല്ലവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയില്ല. താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അങ്ങനെ മനുഷ്യനെ സ്നേഹിച്ച ദൈവം, പാപിയെ സ്നേഹിച്ച ദൈവം പാപത്തെ വെറുത്തത് കൊണ്ട്,
പാപിയെ തന്റെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരു മാർഗം അവലംബിക്കാനായിട്ട് വന്നു. ആ മാർഗമാണ് ശ്രീ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പാപം ചെയ്ത് മഹിമയിൽ നിന്ന് വീണുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വന്ന ഏക മധ്യസ്ഥനാണ് ഞാനിപ്പോൾ ആൾക്കാലം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അഖിലാണ്ടത്തെയും അതിലുള്ള സമസ്തത്തെയും ഉരുവാക്കിയ ദൈവം ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിൽ അവതരിച്ച് 33 വയസ്സ് വരെ കാലത്തെഴുത്ത് മുതൽ കാൽവരി മല വരെ ജീവിച്ച് രോഗികൾക്ക് സൗഖ്യമേകിയും അനാഥർക്ക് ആശ്വാസമേകിയും പ്രത്യാശമായ ആത്മാക്കൾക്ക് പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുവാനിടയായി തീർന്നു. പാവപ്പെട്ടവന്റെ വിയർപ്പുതുള്ളികൾ വിറ്റ വെള്ളിക്കാശ് കൊണ്ട് ശീതീകരിച്ച മണിമേടയിൽ നിന്ന് അണികളെ മേലശക്തി കൊണ്ട് തെരുവിലിരിക്കെ രക്തപ്പുഴ ചൊരിയിക്കുന്ന മേധാവികളുടെ അധികാരവൃന്ദങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലശക്തികളുടെ വിസ്തൃതിയെ അവൻ അടിയറവെപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ തത്വങ്ങളെയും നേരെ തലകീഴ് മറിച്ചുകൊണ്ട് യേശു ക്രിസ്തു വിളിച്ചു പ്രഘോഷിച്ചു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. തുടർന്ന് യേശു ക്രിസ്തു ചേർത്തു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മറുവിലയായി തന്റെ ജീവനെ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതുപോലെ മനുഷ്യനെ സ്നേഹിച്ച മറ്റൊരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? മരണം കൊണ്ട് ജനനം കൊണ്ട് നിസ്തുല്യൻ, ജീവിതം കൊണ്ട് നിസ്തുല്യൻ, മരണം കൊണ്ട് നിസ്തുല്യൻ, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് നിസ്തുല്യൻ, എല്ലാം കൊണ്ട് നിസ്തുല്യനായ മറ്റൊരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? സാധിക്കത്തില്ല പ്രിയമുള്ളവരെ. ആ ഒറ്റ വ്യക്തിത്വത്തിനുടമയാ സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മനുഷ്യനെ സ്നേഹിച്ച ദൈവം ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി ഭൂമിയിൽ ഉദയം ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നിട്ടോ മനുഷ്യന് വേണ്ടി ജീവിച്ച ദൈവം മനുഷ്യനെ സ്നേഹിച്ച് അവന്റെ പാവപ്രവൃത്തികളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന ദൈവിക വിധിയുടെ മുൻപാകെ പാവനമറ്റ ശിരസ് നമിക്കുവാനിടയായി തീർന്നു. ഇതാ തന്റെ 33 വർഷത്തെ ശുശ്രൂഷയ്ക്കൊടുവിൽ താൻ യഹൂദനാൽ കാൽവരി ക്രൂശിൽ മരണത്തിന് ഇടയായി തീരുവാൻ ഇടയായി തീർന്നു. ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ അലിയിക്കുന്ന നിലവാരത്തിൽ ഗോൽഗോഥ മലയിൽ 3 മരക്കുരിശുകൾ ഉയർന്നു നിൽക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരുണ്യപാണികൾ മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന്റെ സകല പാപത്തിനും പരിഹാരമായി മറുവിലയായി മരിച്ചത് സ്നേഹിതരെ നിങ്ങളെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തു ഗോൽഗോഥ മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരുണ്യപാണികളുടെ പരമയാഗമായി മാറിയത് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിത്യമായ ശിക്ഷാവിധിയിൽ അവനെ വിടുവിച്ച് അവനെ ദൈവിക രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് ഓരോരുത്തരെയും പകരമായി യാഗമായി മരിക്കുവാനിടയായി തീർന്നത്. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് റോമൻ പടയാളികൾ അവന്റെ ശരീരത്തെ ഒഴിവുചാലുകൾ പോലെ അടിച്ചു കീറി. എന്നിട്ടും കയ്യിൽ കാരുണ്യപാണികൾ തറച്ചു കയറ്റിയിട്ടും യേശു ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം തോളിൽ തലചായ്ച്ച് ഇതാ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മാറുവാനിടയായി തീർന്നു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് സംശയമുണ്ടാകാതിരിക്കേണ്ടതിന് എബ്രായ, അരാമ്യ, ലാറ്റിൻ ഭാഷകളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, ഇത് യഹൂദന്മാരുടെ രാജാവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ബോർഡിന്റെ തൊട്ട് താഴെ ഒരു മാംസപിണ്ഡമായി യേശു ക്രിസ്തു തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. അതെ, അവനെ യഹൂദന്മാരുടെ രാജാവ് തന്നെ. സിംഹാസനത്തിന് പകരം ക്രൂശോട് ചേർന്ന് ധരിക്കാൻ പട്ടുവസ്ത്രമില്ലാതെ നഗ്നനായി പാനപാത്രവാഹകന് പകരം ഓടത്തണ്ടിന്മേൽ പുളിച്ച വീഞ്ഞ് നിറച്ച സ്പോങ്ങമായി നിൽക്കുന്ന ഒരു ശതാധിപൻ മുൻപിൽ നിൽക്കുമ്പോൾ വീശുവാൻ പഞ്ചാമരമില്ലാതെ 2 കള്ളന്മാരുടെ നടുവിൽ കയ്യിൽ അധികാര ചെങ്കോലില്ലാതെ കാരുണ്യപാണികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തലയിൽ രാജകീയമായ കിരീടം വെക്കുന്നതിന് പകരം മുൾക്കിരീടധാരിയായി കാൽവരി ക്രൂശിൽ ഇതാ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പ്രകാരം അവമാനിക്കപ്പെട്ടത് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാപിയായ മനുഷ്യൻ പല കർമ്മമാർഗങ്ങൾ ചെയ്തു, നേർച്ച കാഴ്ചകൾ ചെയ്തു, അർപ്പണ ദർപ്പണ ഹോമകർമ്മങ്ങൾ ചെയ്തു അവൻ അമ്പേ പരാജയത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. അമ്പേ പരാജയപ്പെട്ട മനുഷ്യൻ അവസാനം ആത്മഹത്യയിൽ
ചെന്നെത്തുന്നു. സ്നേഹിതരെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യക്ക് താങ്കളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. താങ്കളെ രക്ഷിക്കുവാൻ പര്യാപ്തമായ ഒരേ ഒരു വ്യക്തിത്വം ഈ ഉച്ചസമയം അല്ലമേൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ക്രിസ്തു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, ആ യേശു ക്രിസ്തു മരണം കൊണ്ട് തന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചില്ല. ലോകം ഇന്ന് കണ്ടിട്ടുള്ള പേരും പെരുമയും പ്രശസ്തിയുമുള്ള മത നേതാക്കന്മാർ, തത്വസംഹിതകൾ, അവരുടെ വിജ്ഞാന കേന്ദ്രങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ലോകത്തെ ഇളക്കി മറിച്ച മത നേതാക്കന്മാർ, ഇന്ത്യൻ അലക്സാണ്ടർ ചക്രവർത്തിയും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു, അങ്ങ് ഹിറ്റ്ലറും മുസോളിനിയും വരെ മണ്ണിനടയിൽ അടക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം മണ്ണിന് അവസാനം കൊണ്ട് നിന്നില്ല. കല്ലറുകൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. റോമൻ ഇമ്പീരിയൽ മുദ്ര ഭേദിച്ചെറിഞ്ഞുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന ഉച്ചഘോഷത്തോടെ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, താങ്കൾ കടഭാരത്തിലാണോ, കുടുംബ തകർച്ചയിലാണോ, നിരാശയുടെ വക്കിലാണോ, ആത്മഹത്യയുടെ വക്കിലാണോ, സമൂഹം പിന്തള്ളി, ചാർച്ചക്കാരി തള്ളി, കൂട്ടുകാർ കൈവിട്ട് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതി ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണോ, അപ്പച്ച, അമ്മച്ചി, മാതാവേ, പിതാവേ, മിത്രങ്ങളെ, യേശു ക്രിസ്തുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പണമല്ല ക്രിസ്തു ചോദിക്കുന്നത്. നിങ്ങളുടെ മറ്റ് കർമ്മമാർഗങ്ങളല്ല ക്രിസ്തു ചോദിക്കുന്നത്. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ ക്രിസ്തു ചോദിക്കുന്നത്. നിങ്ങളുടെ നിരാശയിലിരിക്കുന്ന ജീവിതത്തെ ക്രിസ്തു ചോദിക്കുന്നത്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ യേശു ക്രിസ്തു സർവശക്തനാണ്. നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പുതിയൊരു ജീവിതമാക്കി മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനിടയായി തീരും. യേശു ക്രിസ്തു വീണ്ടും അരുളി ചെയ്തു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ലോകം അടുത്തതായി കാണാൻ പോകുന്ന ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ്. ആ 2-ാം വരവെങ്കിൽ തള്ളപ്പെട്ടു പോകാതെ, കൈവിടപ്പെട്ടു പോകാതെ നിത്യതയുടെ അവകാശികളായി തീരുവാൻ ഈ സുവിശേഷ സന്ദേശം താങ്കളെ സ്വാഗതം ചെയ്യുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സത്യസന്ദേശം താങ്കളുടെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുക. താങ്കളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായി തീരുമോ? വചനം വളരെ വ്യക്തമായി പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് രക്ഷിതാവായ യേശുവിനെ കർത്താവ് അവിടുന്ന് 2024 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ അവതരിച്ചുവെന്നും എന്റെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ തന്നെ താങ്കളുടെ പാപം ക്ഷമിച്ച് ഉള്ളിൽ ദൈവിക സമാധാനം നൽകി താങ്കളെ യേശു ക്രിസ്തു ദൈവ പൈതലാക്കി ചേർക്കുവാനിടയായി തീരും. ആ വീണ്ടും ജനിച്ച ദൈവമക്കളെ ചേർക്കുവാൻ, വചനമനുസരിച്ച് നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ, വാനമയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് യേശു ക്രിസ്തു വീണ്ടും വരുവാൻ സമയമാകുന്നതുമായി ആ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാമോ? സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാമോ? കടഭാരത്തിലായിക്കൊള്ളട്ടെ, കുടുംബ തകർച്ചയിലായിക്കൊള്ളട്ടെ, നിരാശയിലായിക്കൊള്ളട്ടെ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. കേവല കെട്ടുകഥയല്ല താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വർഷങ്ങൾക്ക്, ചില മാസങ്ങൾക്ക് മുൻപ് രോഗത്താൽ പിടിക്കപ്പെട്ട അല്ലമീനെ വിടുവിച്ചത് ഇവിടുത്തെ വൈദ്യശാസ്ത്രമല്ല, മറ്റു തത്വസംഹിതകളല്ല, ഞാൻ വിശ്വസിച്ച ആചാര്യ നേതാക്കന്മാരല്ല, മറിച്ച് എന്നെ വിടുവിക്കാൻ കഴിഞ്ഞ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കുവാനിടയായി തീരും. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ യേശു ക്രിസ്തു കവർന്നു പോകത്തില്ല. നിങ്ങളെ യേശു ക്രിസ്തു ഒരിക്കലും ചതിക്കത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. വിശ്വസിക്കുകയും
യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ആകപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് സമൂഹം ഇന്ന് കാണുന്ന നിലവാരത്തിൽ അത് പതിച്ചു ജീവിക്കുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, മനുഷ്യർ അന്യോന്യം അപ്പൻ മകനെയും അമ്മ മകളെയും കൊലപാതകത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നടക്കാനുള്ള ഏക സംഭവം ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അതുകൊണ്ട് കെട്ടുകഥയായി വിചാരിച്ച് ഇതിനെ തള്ളിക്കളയരുതേ. പ്രിയമുള്ളവരെ, താങ്കളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി തുറക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ആകയാൽ മരണം താങ്കളെ അന്താളിപ്പിക്കും മുമ്പേ വഴിയിൽ വെച്ചോ കട്ടിൽ കിടക്കയിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ മരണത്തിന്റെ കരാളഹസ്തം താങ്കളെ തേടിയെത്തും മുമ്പേ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശിയായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ വചനം ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. അതുകൊണ്ട് ഇത്രത്തോളം ഞങ്ങളെ ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന വ്യക്തി ജീവിതമേ, താങ്കൾക്ക് എന്നോട് ചേർന്ന് പ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, ഞാനൊരു പാപിയാണ്, അങ്ങനെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ചുവെന്ന്, അവിടുന്ന് ഇന്നും ജീവിക്കുന്നുവെന്ന്, എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയുമ്പോൾ താങ്കൾ രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം എന്നെ ശ്രമിച്ച എല്ലാ പ്രബുദ്ധരായ നാട്ടുകാർക്കും ദൈവമരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ഇടയ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട സന്ദേശത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ദൈവസേനയിൽ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ ദേശത്ത് കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം കർത്താവെ, മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യപുത്രരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. കർത്താവെ, സ്തോത്രം സ്തോത്രം. കർത്താവെ, ഈ വചനം കർത്താവെ ഇവിടെ പറഞ്ഞത് കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ ദേശത്തിന് കർത്താവെ ഒരു വിടുതലായി മാറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, പാപികളായി ദൈവമേ സ്തോത്രം, പാപത്തിന് എവിടെ പരിഹാരമെന്ന് ചിന്തിക്കുന്നവരുടെ മേൽ യേശുവിൽ കൂടി ഒരു പരിഹാരകനുണ്ടെന്നും ഒരു രക്ഷകനുണ്ടെന്നുമുള്ള സന്ദേശം കർത്താവെ ഈ ദേശത്ത് അറിയിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ വീണ്ടും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം അയച്ച് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്രം. ദൈവമേ, വചനം പറഞ്ഞ് നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെയും കർത്താവെ നീ ക്രൂശിത മറവിൽ വരച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ദൈവമേ, ഇനി ലോകം കാണാൻ പോകുന്ന ഒരു സംഭവം ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാനമേഘങ്ങളെ കീറി കർത്താവെ രണ്ടാമത് ഇറങ്ങി വരുമല്ലോ. കർത്താവെ, അതിൽ കർത്താവെ ഞങ്ങളെല്ലാം കർത്താവെ ദൈവത്തെ ദൈവമേ നിത്യത പ്രാപിക്കുവാൻ കർത്താവെ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ചെറുതും വലുതുമായ സകല ആവശ്യത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവെ ദൈവമേ ഈ ദേശത്തിലെ ഓരോ ഭവനങ്ങളിന്മേലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിന്റെ നിഴലിൽ ഞങ്ങളെ മറയ്ക്കുന്നു. പ്രാർത്ഥന കേൾക്കും, മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു. ദേശമേ, നിന്റെ രാജാവിനെ എഴുന്നേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അല്ലേ